എല്ലാവർക്കും നമസ്കാരം. 1914 ശ്രീനാരായണ ഗുരുസ്വാമി ആലുവ അദ്വൈതാശ്രമത്തിലെ വിവിധ ജാതി മതത്തിൽപ്പെട്ട അന്തേവാസികളായ കുട്ടികൾക്ക് വേണ്ടി എഴുതി കൊടുത്തതാണ്, അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി കൊടുത്തതാണ് ദൈവദശകം എന്ന കൃതി. അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകം: ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികന്നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. അല്ലയോ ദൈവമേ, അങ്ങു ഞങ്ങളെ ഇവിടെ കൈവിടാതെ കാത്തുരക്ഷിക്കുമാറാകണേ. ഈ സംസാരസാഗരത്തിന് നീ നാവികനാണ്. നിന്റെ നാമമാകട്ടെ ആ സാഗരം തരണം ചെയ്യാനുള്ള ആവിക്കപ്പലും. ദൈവമേ രക്ഷിക്കണേ എന്ന് എത്ര തവണയാണ് അറിയാതെ തന്നെ നാം ജീവിതത്തിൽ പറഞ്ഞു പോകുന്നത്. പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ ദുരിതങ്ങളിലും ക്ലേശങ്ങളിലും പെട്ട് ഉഴലുന്ന ഏതൊരു മനുഷ്യജീവിയും ഉള്ളു ചുട്ട് വിളിച്ചു പോകില്ലേ ദൈവമേ എന്ന്. ആ വിളിയോടെ തന്നെ പ്രാർത്ഥന തുടങ്ങുന്നു. ദൈവത്തിന് ഇവിടെ ഒരു പ്രത്യേക പേരില്ല, വിശേഷണമില്ല. ദൈവമേ എന്ന് വിളിച്ച് നേരിട്ട് ആവശ്യം ബോധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഞങ്ങളെ കയ്യിൽ നിന്നും വിടാതെ കാത്തുരക്ഷിക്കുമാറാകണം. ഇവിടെ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. നാം ജീവിക്കുന്ന ഈ ലോകം അത്ര സരളമായ ഒന്നല്ല. അത്രയും ലാഘവത്തോടെ നമുക്കാർക്കും നമ്മുടെ ജീവിതത്തെ കാണാൻ കഴിയില്ല. അത്രമാത്രം ദുർഘടങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. രോഗങ്ങളും ദുരിതങ്ങളും ദാരിദ്ര്യവും നഷ്ടങ്ങളും ചതിക്കുഴികളും അങ്ങനെ എന്തൊക്കെ. ഇതൊന്നുമില്ലാത്ത ഒരു ജീവിതം പോലും ഇവിടെയില്ല. ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ജീവിതത്തിൽ ദൈവം മാത്രമാണ് ഒരാശ്രയം. ഇത് ഞാൻ എനിക്ക് വേണ്ടി നടത്തുന്നൊരു പ്രാർത്ഥനയല്ല, ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. ഞങ്ങളെന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ എന്നർത്ഥമാകുന്നില്ല. ഈ വിശാലമായ ഭൂമിയിലെ എല്ലാവരും, സർവചരാചരങ്ങളും എന്നുവരെ അർത്ഥമെടുക്കാം. സ്നേഹവും കരുതലുമുള്ള ഒരു പിതാവിനെ പോലെ കയ്യിൽ നിന്ന് വിടാതെ നീ കാത്തുരക്ഷിക്കണം എന്നാണ് പ്രാർത്ഥന. നാം ദൈവത്തെ വിടാതെ പിടിക്കുക എന്നത് തീരെ പ്രായോഗികമല്ല എന്ന് ഗുരുവിനറിയാം. സങ്കടങ്ങൾ വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുകയും സന്തോഷം വരുമ്പോൾ ദൈവത്തെ മറക്കുകയും ചെയ്യുക എന്നതാണ് സാധാരണ മനുഷ്യരുടെ സ്വഭാവം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരു കാരുണ്യപൂർവം ദൈവത്തിനോട് നമ്മെ ചേർത്ത് പിടിച്ചുകൊള്ളണമെന്നപേക്ഷിക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നമ്മെ ഉപേക്ഷിക്കാതെ രക്ഷിച്ചു കൊള്ളണം എന്നതാണ് അപേക്ഷ. യഥാർത്ഥത്തിൽ ദൈവശക്തിയിൽ തന്നെയാണ് നാം എല്ലായ്പ്പോഴും ആണ്ട് മുങ്ങിക്കിടക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, വലിയ ജലാശയത്തിൽ മുങ്ങിക്കിടക്കുന്ന പാത്രങ്ങൾ പോലെയാണ് നാം. ദൈവത്തിൽ തന്നെയാണ് നാം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും മറയുന്നതും. പക്ഷെ നാം അത് അറിയുന്നില്ല എന്ന് മാത്രം. ദൈവമില്ലാത്ത ഒരണു പോലും ഈ പ്രപഞ്ചത്തിലില്ല. ഉള്ളിലെ ചൈതന്യമായി, പ്രാണനായി, പുറത്തെ പ്രകൃതിയിൽ അങ്ങനെ എല്ലാമായി നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം തന്നെ ദൈവം. അതറിയാത്ത അജ്ഞനെ സംബന്ധിച്ച് മാർജാര കിശോര ന്യായേന തള്ളപ്പൂച്ച കുഞ്ഞിനെ കടിച്ചെടുത്തു കൊണ്ടുപോകുന്ന പോലെ കയ്യിൽ നിന്ന് പിടിവിടാതെ ഉപേക്ഷിക്കാതെ ദൈവം കാത്തുരക്ഷിക്കുമാറാകണം. കാരണം വേറൊന്നുമല്ല, ഈ ലോകം വലിയൊരു സമുദ്രം പോലെയാണ്. തരണം ചെയ്യാൻ എളുപ്പമല്ല. ജീവിതത്തിൽ നാം ചെയ്യുന്നതെല്ലാം നമ്മുടെ
കഴിവുകൊണ്ടാണ് എന്നതൊരു മിഥ്യാധാരണയാണ്. ദൈവചൈതന്യം നമ്മോടൊപ്പം ഇല്ലെങ്കിൽ ഒന്നനങ്ങാൻ പോലും ആവാത്ത വെറും ജഡം മാത്രമാണ് നാം. സംസാരസാഗരത്തെ തരണം ചെയ്യാൻ നമുക്ക് ദൈവമെന്ന നാവികൻ കൂടിയേ കഴിയൂ. സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് മറുതീരത്തെത്തുന്ന യാത്രക്കാരെ സുരക്ഷിതമായി അവിടെ എത്തിക്കുന്നത് അവർ യാത്ര ചെയ്യുന്ന കപ്പലിലെ കപ്പിത്താനാണ്. കടലിലെ സുരക്ഷിതമായ സഞ്ചാരപഥങ്ങൾ കപ്പിത്താനെ അറിയൂ. നമ്മുടെയൊക്കെ ജീവിതമാകുന്ന കപ്പലിനെ നിയന്ത്രിക്കുന്ന ദൈവമെന്ന കപ്പിത്താനെ നാം കാണുന്നില്ല. കപ്പിത്താൻ കാണാമറയത്താണ്. അതുകൊണ്ട് തന്നെ ഓരോ യാത്രക്കാരൻ്റെയും ധാരണ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താനാണെന്നാണ്. ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലാണ് എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ദൈവം അറിയാതെ ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഈ അരങ്ങത്ത് ആടുന്ന വെറും കുത്തുപാവകൾ മാത്രമാണ് നാം എന്ന് അറിയണം. അപ്പോൾ സകല അഹങ്കാരങ്ങളും അവിടെ അസ്തമിക്കും. മാത്രമല്ല, ദൈവത്തിൻ്റെ പദം ഈ സംസാരസാഗരത്തിന് ആവിവൻ തോണിയുമാണ്. ആവി എന്നതിന് ആത്മാവെന്നും അർത്ഥമുണ്ട്. വലിയ തോണി കപ്പലാകാം. പണ്ട് ആവിയിലാണ് കപ്പൽ ഓടിച്ചിരുന്നത്. ആത്മാവാകുന്ന ആവി കൊണ്ട് സഞ്ചരിക്കുന്ന തോണിയാണ് ശരീരം. ആവിയില്ലെങ്കിൽ കപ്പൽ ചലിക്കാത്തതുപോലെ ആത്മാവില്ലെങ്കിൽ ശരീരവും ജഡമാണ്. നിന്റെ പദം സംസാരസാഗരം തരണം ചെയ്യാനുള്ള ആവിക്കപ്പലാണ്. നിന്റെ നാമം, നിന്റെ വാക്കുകൊണ്ട് വേണം നമുക്ക് അതറിയാൻ. അന്നമയമായിരിക്കുന്ന ശരീരത്തിന് അതിൻ്റെ ചൈതന്യത്തെ, നിന്റെ പദത്തെ അറിഞ്ഞെങ്കിൽ മാത്രമേ ജീവിതയാത്ര സഫലമാകൂ. ദൈവമേ എന്ന ഉള്ളു ചുട്ട വിളി പോലും പലപ്പോഴും നമുക്ക് ആശ്വാസം നൽകാറുണ്ട്, നമുക്ക് തുണയാകാറുണ്ട്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് ശക്തി നൽകാറുണ്ട്. ഓരോ മതത്തിനും അതിൻ്റേതായ ദൈവവചനങ്ങളുണ്ട്. ബൈബിളും ഉപനിഷത്തും ഖുറാനും ഗീതയും ധർമ്മപദയും ഒക്കെ ദൈവവചനങ്ങളാണ്. ദൈവപദത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മഹത് വചനങ്ങളെയും അതിൻ്റെ പൊരുളിനെയും അറിഞ്ഞേ പറ്റൂ. ദൈവം എന്നത് രൂപസങ്കല്പത്തിന് അതീതമായതിനാൽ പദമെന്നതിന് പാദമെന്നർത്ഥം യുക്തമല്ല. ദൈവമഹത്വത്തെ അറിയാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജന്മം? 1-ാം ശ്ലോകത്തിൻ്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.